അസൂയയോ? അതിഥികൾ എല്ലാവരും പല പല ഗ്രൂപ്പുകളിലായി പലയിടത്തിരുന്നിട്ട് തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഒരു മെലഡി സോങ് അന്തരീക്ഷത്തിൽ മൃദുവായി അലയടിക്കുന്നത് കേൾക്കാം. സിദ്ധാർത്ഥും നീലിമയും ലോബിയിലേക്ക് തിരികെ വന്ന് അശ്വിന്റെയും ആരവിന്റെയും അടുത്തായിരുന്നു. ഇരുവരും അടുത്തടുത്ത ചെയറുകളിലാണ് ഇരുന്നതെങ്കിലും അവരുടെ കൈകൾ തമ്മിൽ പരസ്പരം ഇഴുകി ചേർന്നിരിക്കുകയാണ്. ഇടയ്ക്കിടെ കുസൃതി നിറഞ്ഞ നോട്ടങ്ങൾ അവർ പരസ്പരം കൈമാറുന്നുണ്ട്. സിദ്ധാർത്ഥിനെ നോക്കുമ്പോഴെല്ലാം കുറച്ചു മുൻപത്തെ നിമിഷങ്ങൾ അവളുടെ ഓർമ്മയിൽ തെളിയും. അപ്പോഴൊക്കെ നാണം കൊണ്ട് നീലിമയുടെ മുഖം ചുവക്കും. അവളുടെ മുഖത്തെ വിരിയുന്ന ഭാവങ്ങളൊക്കെ നേരത്തെ ഒരു ചിരിയോടെ കണ്ട് രസിക്കുകയാണ് സിദ്ധാർത്ഥ്. ഇടയ്ക്കിടെ അവന്റെ നോട്ടം അവളുടെ കഴുത്തിലേക്ക് നീളും. ഇന്ദ്രനീല കല്ല് പതിപ്പിച്ച ആ നെക്ലസ് നീലിമയുടെ സൗന്ദര്യം എടുത്തു കാണിക്കുന്നുണ്ടെന്ന് സിദ്ധാർത്ഥിന് തോന്നി. നിമിഷങ്ങൾ കടന്നുപോയി. ലോബിയുടെ പ്രധാന വാതിലിലൂടെ മാധവനും മല്ലികയും അകത്തേക്ക് കടന്നു വന്നു. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് മടങ്ങി വരുന്ന വരവാണ്. അവർ ഇരുവരും നടന്നു വരുന്നത് കണ്ടപ്പോൾ അശ്വിൻ ആവേശത്തോടെ കൈയടിച്ചു. അത് കേട്ട് അവിടെയുള്ള എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. നവദമ്പതികളെ വീണ്ടും കണ്ടതിൽ എല്ലാവർക്കും ആഹ്ലാദമായി. മല്ലികയും മാധവനും നടന്നു വന്ന് അവർക്കായി സജ്ജീകരിച്ചിരുന്ന ടേബിളിന് ഇരുവശത്തായിരുന്നു. മല്ലികയുടെ തോളിലൂടെ കൈയിട്ട് അവരെ ചേർത്ത് പിടിച്ചാണ് മാധവൻ ഇരുന്നത്. അയാൾക്ക് അവരോടുള്ള സ്നേഹം എത്രമാത്രമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ നോട്ടത്തിലും ഭാവത്തിലും നിന്ന് മനസ്സിലാക്കാം. ലോബിയിലെ ബഹളങ്ങളിൽ നിന്നു ഹോൾ നിശബ്ദമായപ്പോൾ സിദ്ധാർത്ഥ് തന്റെ ഇരിപ്പിടത്തിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. അതിഥികൾ എല്ലാവരും അവന്റെ നേരെ ശ്രദ്ധ തിരിച്ചു. സിദ്ധാർത്ഥ് എന്തോ സംസാരിക്കാനുള്ള തയ്യാറെടുപ്പോടെ ഒന്ന് മുരടനക്കി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ സന്തോഷ നിമിഷത്തിൽ നിങ്ങളോട് എല്ലാവരോടുമായി എനിക്ക് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. ഒരു നിമിഷം നിർത്തി സിദ്ധാർത്ഥ് എല്ലാവരെയും ഒന്ന് നോക്കി. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന ആകാംക്ഷയിലായിരുന്നു അവരെല്ലാം. മല്ലികാമ്മയെ കുറിച്ച് ഓർക്കുമ്പോ അവരെ ഞാൻ എന്റെ അമ്മയെ തന്നെയാണ് കാണുന്നത്. എന്റെ കുട്ടിക്കാലം മുതൽക്കേ ഞങ്ങളുടെ വീട്ടിൽ മല്ലികാമ്മയുണ്ട്. എനിക്ക് ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും പകർന്നു തന്ന് എന്റെ കുറുമ്പുകളും കുസൃതികളും സഹിച്ച് എന്റെ കളിക്കൂട്ടുകാരിയായും അമ്മയും ഒക്കെയായി മല്ലികാമ്മ എന്റെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാറുണ്ട്. എന്റെ ഉയർച്ച താഴ്ചകളിലൊക്കെ എനിക്ക് താങ്ങായി നിന്നിട്ടുണ്ട്. ഞാൻ സങ്കടപ്പെട്ട് നിരാശനായി ഇരുന്നിട്ടുള്ളപ്പോഴൊക്കെ ചുണ്ടിലൊരു ഇളം പുഞ്ചിരിയോടെ എന്റെ അടുത്തേക്ക് വന്നിരുന്ന് എന്റെ തലയിൽ തലോടി മല്ലികാമ്മ എന്നെ ആശ്വസിപ്പിക്കും. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ആ സമയങ്ങളിൽ കൃത്യമായ ഉപദേശങ്ങൾ തന്ന് എന്നെ തിരികെ കൊണ്ടുവരാറുള്ളതും എന്റെ മല്ലികാമ്മയായിരുന്നു. സിദ്ധാർത്ഥ് സ്നേഹത്തോടെ മല്ലികയെ നോക്കി പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ മല്ലികാമ്മ എന്റെ വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു മല്ലികാമ്മയ്ക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ലെന്ന്. അതുകൊണ്ട് തന്നെ വലുതാകുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് ഞാനായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. മല്ലികാമ്മ എന്നും എനിക്കൊപ്പം എന്റെ വീട്ടിലുണ്ടാകണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇത്രനാളും അതങ്ങനെ തന്നെ ആയിരുന്നു. എന്നെയും എന്റെ ഭാര്യയും ചേർത്ത് പിടിച്ച് എന്റെ മക്കളുടെ മുത്തശ്ശിയായി ഇത്രകാലം മല്ലികാമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി മാധവനങ്ങളിലെ കടന്നുവരവ്. ഞങ്ങളുടെ സ്റ്റാർഡം മീഡിയയുടെ സെക്യൂരിറ്റി ഓഫീസറായ വിനോദിന്റെ അച്ഛനാണ് മാധവനങ്ങൾ. അങ്കിളും ഞങ്ങൾക്കൊപ്പം കമ്പനിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്കിളും മല്ലികാമ്മയും പണ്ട് പരസ്പരം സ്നേഹിച്ച് പിരിഞ്ഞു പോയവരാണെന്ന് വിനോദ് വഴി അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു. അങ്കിളിനോടുള്ള അവരുടെ സ്നേഹം നിർമ്മലമായിരുന്നതുകൊണ്ട് മറ്റൊരു വിവാഹ ജീവിതത്തെ കുറിച്ച് പോലും മല്ലികാമ്മ പിന്നീട് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ തന്നെ മുൻകൈയെടുത്ത് അവരെ എങ്ങനെയും ഒന്നിപ്പിക്കണമെന്ന തീരുമാനമെടുത്തത്. നല്ലൊരു ജീവിതം മല്ലികാമ്മ അർഹിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വ്യക്തിയാണ് മല്ലികാമ്മ. അവരെ നന്നായി സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിവുള്ള ഒരാളെ ഏൽപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ മല്ലികാമ്മയുടെ മുഖത്ത് ഇപ്പോൾ കാണുന്ന ഈ സന്തോഷം മുൻപ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. മല്ലികാമ്മയുടെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം. അവർ ഇരുവരും എന്നും ഇതുപോലെ സന്തോഷമായി ഇരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വാക്കുകൾ ഇടർക്കൊണ്ടാണ് സിദ്ധാർത്ഥ് പറഞ്ഞു നിർത്തിയത്. വികാര വിക്ഷോഭത്താൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. നീലിമ അവരുടെ ടിഷ്യൂ പേപ്പർ കൈമാറി കണ്ണു തുടയ്ക്കാൻ ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥ് പെട്ടെന്ന് ആരും കാണാതെ തന്റെ നിറഞ്ഞ കണ്ണുകൾ ടിഷ്യൂ കൊണ്ട് ഒപ്പി. മല്ലികാമ്മ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് വന്ന് ഒരു പൊട്ടിക്കരച്ചിലോടെ സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു. അവരുടെ ഹൃദയം അവനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞിരുന്നു. സിദ്ധാർത്ഥിന്റെ ഓരോ വാക്കുകളും അവരെ അത്രയേറെ ആഴത്തിലാണ് സ്പർശിച്ചത്. ഹൃദയഹാരിയായ ആ രംഗങ്ങൾ കണ്ട് അവരുടെ എല്ലാം മിഴികൾ ഈറനായി. കുറച്ചു നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി. സിദ്ധാർത്ഥ് തിരികെ ചേരൽ വന്നിരിക്കുമ്പോൾ മല്ലിക തന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ലോബിക്ക് നടുവിലായി വന്നു നിന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ അവർ ചുറ്റിനും ഒന്ന് കണ്ണുടിച്ചു. ഞങ്ങളുടെ വിവാഹശേഷം നിങ്ങളോട് എല്ലാവരോടുമായി കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിലെ പകുതിയും സിദ്ധു ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അവൻ പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്ക് സിദ്ധാർത്ഥിന്റെ മോനെ പോലെ തന്നെയാണ്. ആ സ്നേഹവും വാത്സല്യവും പകർന്നു കൊടുത്താണ് ഞാൻ അവനെ വളർത്തിയത്. ഞാൻ കൊടുത്ത സ്നേഹത്തിന്റെ ഇരട്ടിക്കിരട്ടിയായി അവൻ എന്നെ സ്നേഹിച്ച് തോൽപ്പിക്കുകയാണ് ഓരോ നിമിഷവും. നീലിമയും അച്ഛമോനും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇങ്ങനൊരു കുടുംബത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് ശരിക്കും എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോ ഇരട്ടി മധുരമെന്ന് പറയുന്നത് പോലെ എന്റെ മാധവനെയും എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഈ ലോകത്തിപ്പോഴുള്ള ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ഒരുപക്ഷെ ഞാനായിരിക്കും. അത് പറയുമ്പോൾ മല്ലികയുടെ ശബ്ദം ചെറുതായി വിറപൂണ്ടു. മാധവൻ എഴുന്നേറ്റ് വന്ന് അവരുടെ തോളിൽ അമർത്തി പിടിച്ചു. കരയാൻ വെമ്പി നിൽക്കുന്ന മല്ലികയെ
അദ്ദേഹം ചേർത്ത് പിടിച്ച് ചെയറിൽ കൊണ്ടിരുത്തി. അവരെ സമാധാനിപ്പിക്കാൻ എന്നോണം മാധവൻ മല്ലികയുടെ കൈകൾ അമർത്തിപ്പിടിച്ച് തോളത്ത് മെല്ലെ തട്ടിക്കൊണ്ടിരുന്നു. മല്ലേ, മതി കരഞ്ഞത്. ഇത് സന്തോഷിക്കേണ്ട ദിവസമല്ലേ? മാധവൻ മെല്ലെ അവർക്ക് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. സന്തോഷം കൊണ്ടാ ഈ കരച്ചില്. ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ട് മല്ലിക അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ആ കാഴ്ച കണ്ട് സിദ്ധാർത്ഥിന്റെയും നീലിമയുടെയും മനസ്സ് നിറഞ്ഞു. സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പരസ്പരം താങ്ങും തണലുമായി അന്യോന്യം ചേർത്ത് പിടിക്കാൻ ഇനി മാധവനും മല്ലികയും, മല്ലികയ്ക്ക് മാധവനും ഉണ്ടല്ലോ എന്നോർത്ത് അവർക്ക് സന്തോഷം തോന്നി. ആ ആഹ്ലാദ നിമിഷങ്ങൾ മനസ്സിൽ പകർത്തി വിനോദും നിറ കണ്ണുകളോടെ നിന്നു. എല്ലാം ഭംഗിയായി നടന്നല്ലോ എന്നോർത്ത് അവൻ സമാധാനിച്ചു. ഡാഡിയുടെയും മല്ലികാമ്മയുടെയും വാക്കുകൾ കേട്ട് അശ്വിന്റെ കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവർ പറഞ്ഞത് എല്ലാം ഒന്നും മനസ്സിലായില്ലെങ്കിലും കുറെയൊക്കെ അവൻ ഊഹിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ അവൻ പോലും അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അശ്വിൻ ആരും കാണാതെ കർച്ചീഫ് കൊണ്ട് കണ്ണുനീർ ഒപ്പാൻ തുടങ്ങുമ്പോഴാണ് രണ്ട് കൈകൾ വന്ന് അവനെ ചുറ്റിപ്പിടിച്ചത്. അശ്വിൻ മുഖമുയർത്തി നോക്കുമ്പോൾ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നീലിമയെ അവൻ കണ്ടു. അച്ചു, നീ കരയാണോ? മകന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. സിദ്ധാർത്ഥും അവർക്കരികിലേക്ക് വന്ന് അശ്വിന്റെ തോളിൽ കൈവച്ച് ഇരുവരെയും തന്നിലേക്ക് ചേർത്ത് നിർത്തി. അച്ഛന്റെയും അമ്മയുടെയും നടുവിൽ അവരുടെ ആലിംഗനവും തലോടലും ഏറ്റു നിന്നപ്പോൾ അശ്വിന്റെ മനസ്സിന് ഒരു കുളിർമ തോന്നി. അവന്റെ ചുണ്ടുകളിൽ ആശ്വാസത്തിന്റെ ഒരു പുഞ്ചിരി വിടർന്നു. വികാര നിർഭരമായ ആ മുഹൂർത്തങ്ങൾ അതിഥികളെയും ഇമോഷണൽ ആക്കിയെന്ന് പ്രിയങ്കയ്ക്ക് മനസ്സിലായി. എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവൾക്ക് തോന്നി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവരും ഒരു നിമിഷം ഇങ്ങോട്ട് ശ്രദ്ധിക്കും. മൈക്കും എടുത്ത് മുന്നോട്ട് വന്ന പ്രിയങ്ക എല്ലാവരെയും അഭിസംബോധന ചെയ്തു. ലോബിയിൽ അവളുടെ ശബ്ദം പ്രതിധ്വനിച്ചു. ആളുകൾ അവളെ ശ്രദ്ധിച്ചു. എല്ലാവരും നല്ല ദുഃഖത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് നമ്മൾ ആഘോഷിക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ മറന്ന് എല്ലാവരും പാർട്ടി ആഘോഷിക്കാൻ റെഡി ആവേണ്ടതാണ്. പ്രണയിക്കുന്ന രണ്ട് വ്യക്തികൾ ഒന്നായി ഇന്നത്തെ ദിവസത്തെ പാർട്ടി നമുക്ക് മനോഹരമായ വെഡിംഗ് കേക്ക് മുറിച്ചു തന്നെ തുടങ്ങാം. ഉടനെ തന്നെ നവദമ്പതികൾക്ക് മുറിക്കാനുള്ള കേക്ക് ഇവിടെ എത്തുന്നതാണ്. അതുവരെ നമുക്ക് എല്ലാവർക്കും അവരുടെ ചെറിയൊരു ഡാൻസ് പെർഫോമൻസ് കാണാം. പച്ചനാരൊക്കെ കപ്പിൾസിനൊപ്പം കളിക്കാൻ കൂടണേ. പ്രിയങ്ക ആവേശത്തോടെ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ അവളുടെ ആവേശം മറ്റുള്ളവരിലേക്ക് പടർന്നു. ശോകമുഖമായിരുന്ന അന്തരീക്ഷം ഒരു നിമിഷം കൊണ്ട് പഴയ സന്തോഷത്തിലേക്ക് മടങ്ങി വരുന്നത് സിദ്ധാർത്ഥും നീലമയും ശ്രദ്ധിച്ചു. പ്രിയങ്കയുടെ അവസരോചിതമായ ഇടപെടൽ അവരെ സന്തോഷിപ്പിച്ചു. ഇത്തവണ ഡാൻസ് കളിക്കാൻ വിളിച്ചപ്പോൾ മുൻപത്തെ പോലെ പരിഭ്രമിച്ചു നിൽക്കാതെ മാധവൻ മല്ലികയുടെ കൈയും പിടിച്ച് സ്റ്റേജിലേക്ക് കയറി. സിദ്ധാർത്ഥും നീലമയെ ഡാൻസ് ഫ്ലോറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർക്ക് പിന്നാലെ അതിഥികൾക്കിടയിൽ നിന്നും 2-3 ജോഡികൾ കൂടി ഫ്ലോറിലേക്ക് കയറി. ഒരു റൊമാൻറ്റിക് സോങ് പ്ലേ ചെയ്ത് തുടങ്ങിയതും അവൻ ചുവടുകൾ വെച്ച് തുടങ്ങി. സൂര്യയോടൊപ്പം കുറച്ചു മുൻപ് ഡാൻസ് കളിച്ചതുപോലെ ഇത്തവണയും അവനൊപ്പം കളിക്കാൻ പ്രിയങ്കയ്ക്ക് ആഗ്രഹം തോന്നി. ലോബിയുടെ അങ്ങേയറ്റത്ത് നിന്ന് അലക്സ് ജേക്കബിനോട് സംസാരിക്കുന്ന സൂര്യയെ അവൾ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. അവനോട് പോയി തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കാൻ പ്രിയങ്കയ്ക്ക് ചെറിയൊരു മടി തോന്നി. അതേസമയം സാന്ദ്രയും അത് തന്നെയായിരുന്നു ചിന്തിച്ചത്, സൂര്യയ്ക്കൊപ്പം ഒരു ഡാൻസ് കളിച്ചാലോ എന്ന്. പക്ഷേ അവൻ അലക്സിനോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ആ കാര്യം അവനോട് ചോദിക്കാൻ മടിയായി. പ്രിയങ്ക ആന്റി, എന്താ സൂര്യങ്ങളെ നോക്കുന്നത്? അങ്കിളിന്റെ കൂടെ വീണ്ടും ഡാൻസ് ചെയ്യാൻ ആന്റിക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ രണ്ടാളും നേരത്തെ കളിച്ച ഡാൻസ് അടിപൊളിയായിരുന്നു. വീണ്ടും അതുപോലെ കളിക്കാൻ തോന്നുന്നുണ്ടോ? അശ്വിന്റെ നിഷ്കളങ്കതയോടുള്ള ചോദ്യം കേട്ടപ്പോൾ പ്രിയങ്ക ഒന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ ശിരസിൽ തഴുകി. ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. പക്ഷേ ഈ കാര്യം ഞാൻ എങ്ങനെ അവനോട് വീണ്ടും ചോദിക്കാം? പ്രിയങ്ക തന്റെ ആശങ്ക അവനോട് പറഞ്ഞു. ആന്റി പോയി ചോദിച്ചു നോക്ക്, സൂര്യ അങ്കിൾ ഉറപ്പായും സമ്മതിക്കും. അശ്വിൻ ചിരിയോട് പറയുന്നത് കേട്ടപ്പോൾ അവനോട് പോയി ചോദിക്കാമെന്ന് പ്രിയങ്കയ്ക്കും തോന്നി. അവളൊരു ദീർഘനിശ്വാസം എടുത്ത് ധൈര്യം സംഭരിച്ച ശേഷം സൂര്യയുടെ അടുത്തേക്ക് നടന്നു. അവനോട് കൂടുതൽ അടുക്കും തോറും പ്രിയങ്കയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അലക്സ് ജേക്കബുമായി സംസാരിച്ചുകൊണ്ടിരുന്ന സൂര്യക്ക് ആരോ തന്റെ തോളിൽ തട്ടുന്നത് പോലെ തോന്നി. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ പിന്നിൽ പരിഭ്രമിച്ചു നിൽക്കുന്ന പ്രിയങ്കയെ അവൻ കണ്ടു. സൂര്യ, എനിക്ക് നമുക്ക് അവനോട് സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ അവളൊന്ന് പതറി. ശബ്ദത്തിലും ഇടർച്ച വന്നു. നിനക്ക് എന്റെ കൂടെ വീണ്ടും ഡാൻസ് കളിക്കണം പ്രിയങ്ക? അത് ചോദിക്കാനാണോ നീ വന്നത്? പ്രിയങ്കയുടെ മനസ്സ് വായിച്ചതുപോലെ സൂര്യ ചോദിച്ചു. ആ സൂര്യ, അതെ. നിന്നോട് ഇതെങ്ങനെ ചോദിക്കാന്നോർത്ത് പേടിച്ചാ വന്നത്. പ്രിയങ്ക ഒരു ചമ്മിയെ ചിരിച്ചിരിച്ചു. നിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പ്രിയങ്ക. സൂര്യ അവളുടെ കരങ്ങൾ കവർന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ ഇരുവരും ഒരുമിച്ച് കൈ കോർത്തുകൊണ്ട് ഡാൻസ് ഫ്ലോറിൽ കയറി മറ്റുള്ളവർക്കൊപ്പം ചേർന്നു. ആവേശഭരിതരായ കാണികൾ കൈയടിച്ച് അവരെ കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. സൂര്യയുടെയും പ്രിയങ്കയുടെയും ചിരിയും കണ്ണുകളിൽ തെളിഞ്ഞ സന്തോഷവും ആ നിമിഷത്തിന്റെ മാന്ത്രികത വെളിപ്പെടുത്തി. ഇരുവരും വീണ്ടും ഒരുമിച്ചത് കണ്ട് സാന്ദ്രയ്ക്ക് ചെറിയൊരു കുശുമ്പ് തോന്നാതിരുന്നില്ല. ഇന്നിപ്പോൾ രണ്ടാമത്തെ തവണയാണ് അവർ ഡാൻസ് ചെയ്യുന്നതെന്ന് ഓർത്തുകൊണ്ട് സാന്ദ്ര അസ്വസ്ഥതയോടെ മുഖം വെട്ടിച്ചു. സോങ് അവസാനിച്ചതും മനോഹരമായി അലങ്കരിച്ച ഒരു വലിയ വെഡിംഗ് കേക്ക് 2 ഹോട്ടൽ ജീവനക്കാർ ചേർന്ന് ലോബിയിലേക്ക് ചുമന്നുകൊണ്ട് വന്നു. അത്രയും വലിയൊരു കേക്ക് കണ്ട് മല്ലിക അന്തം വിട്ടുപോയി. ഇത്രയും കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും വലിയൊരു കേക്ക് ഉണ്ടാക്കിയോ? നിങ്ങളെ ഞാൻ സമ്മതിച്ചു കേട്ടോ. മല്ലിക അവരെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചു. അവരുടെ പ്രശംസ കേട്ട് ഹെഡ് ഷെഫ് പുഞ്ചിരിയോടെ മുന്നോട്ട് വന്നു. ഞങ്ങൾക്ക് നല്ലൊരു ടീമുണ്ട് മാഡം. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതിഥികളെ സൽക്കരിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കേക്ക് മുറിക്കാനുള്ള ഒരു കത്തി ഹെഡ് ഷെഫ് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മല്ലിക അയാളെ നന്ദിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. തുടർന്ന് നവദമ്പതികൾ
ദമ്പതികൾ ചേർന്ന് ആ വലിയ കേക്ക് മുറിക്കാൻ തയ്യാറായി. സാന്ദ്ര, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഫ്ലേവർ ഏതാണ്? സൂര്യ സാന്ദ്രയെ നോക്കി ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് സാന്ദ്ര ചിരിച്ചു. എനിക്കിഷ്ടം റെഡ് വെൽവെറ്റ് ആണ്. പക്ഷേ ഈ കേക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആണ്. എന്നാലും സാരമില്ല, ഇത് അടിപൊളിയായിരിക്കുമെന്ന് തോന്നുന്നു. സാന്ദ്രയുടെ മറുപടി കേട്ടതും സൂര്യ പതുക്കെ പ്രിയങ്കയിലേക്ക് ചാഞ്ഞു. പ്രിയങ്ക, നിന്റെ വിവാഹത്തിന് നിനക്ക് ഏത് കേക്ക് വേണമെന്ന് ആഗ്രഹം? അവന്റെ ചോദ്യം കേട്ട് പ്രിയങ്ക തന്റെ മനസ്സിലുള്ള വെഡിങ് കേക്കിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ആ നിമിഷം അവളുടെ കണ്ണുകൾ അസാധാരണമായി തിളങ്ങി. എന്റെ കല്യാണത്തിന് 3 ലെയറുള്ള കേക്കാണ് എനിക്ക് വേണ്ടത്. അതിന്റെ ഏറ്റവും അടിയിലത്തെ ലെയർ വൈറ്റ് ചോക്ലേറ്റും നടുക്ക് റാസ്ബെറി ഫില്ലിങ്ങും പിന്നെ മുകളിലത്തെ ലെയറിൽ ഡാർക്ക് ചോക്ലേറ്റും. ഇതാണ് എന്റെ സ്വപ്നത്തിലുള്ള കേക്ക്. പ്രിയങ്ക പറഞ്ഞു നിർത്തിയതും സൂര്യ അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. നിന്റെ ഐഡിയ കൊള്ളാം പ്രിയങ്ക, അവൻ ഊഷ്മളമായ ചിരിയോടെ പറഞ്ഞു. അവരുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് സാന്ദ്ര ഇരുവരുടെയും സംസാരമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവളോട് ഏത് ഫ്ലേവർ കേക്കാണ് ഇഷ്ടമെന്ന് മാത്രമേ സൂര്യ ചോദിച്ചുള്ളൂ. എന്നാൽ പ്രിയങ്കയോട് അവളുടെ കല്യാണത്തിന് എങ്ങനത്തെ കേക്കാണ് വേണ്ടതെന്നും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചിരുന്നു. ഇതെല്ലാം സാന്ദ്ര നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും സൂര്യയും പ്രിയങ്കയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സൗഹൃദപരമായ പെരുമാറ്റം സാന്ദ്ര പ്രത്യേകം ശ്രദ്ധിച്ചു. അവരുടെ അടുപ്പം കണ്ട് അവൾക്ക് ചെറിയൊരു അസൂയ തോന്നാതിരുന്നില്ല. ചുറ്റിനും സന്തോഷവും ആഘോഷവും ഉണ്ടായിരുന്നിട്ടും ഒരു വിഷാദബോധം അവളുടെ ഉള്ളിൽ കൊടിയേറി. സാന്ദ്ര തന്റെ ചിന്തകളിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു ചെറിയ കൈ വന്ന് അവളുടെ കൈകളിൽ സ്പർശിക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ നോക്കുമ്പോൾ അശ്വിൻ ചിരിച്ചുകൊണ്ട് അതാ അവിടെ നിൽക്കുന്നു. എന്താ ചു, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ മോന്? സാന്ദ്ര കുനിഞ്ഞ് അവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ചോദിച്ചു.